അങ്ങനെ നമ്മൾ ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ. ഇന്നലെ നമ്മൾ മാൾ റോട്ടിൽ അവിടെ പോയി അതിനെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി അവിടെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങി. അതിനെ കഴിഞ്ഞിട്ട് നല്ല തണുപ്പായിരുന്നു. 2 ബ്ലാക്കിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങിയത്. ഇപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് മലയാളീസ് നടത്തുന്നത് തട്ടുകടയാണെന്ന് പറഞ്ഞു കേട്ടോ. അതിൻ്റെ തട്ടുകടയുടെ പേര് എന്താണ്? മണാലി തട്ടുകട. അപ്പോൾ ആ തട്ടുകടയെ പറ്റി കേട്ടാൽ സ്ഥിതിക്ക് നമുക്ക് കാണാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് റൂമിന് അവിടെ നിന്ന് ചെയ്യുമ്പോൾ നടന്നു പോകുന്ന ഡിസ്റ്റൻസ് പോകുന്നതിൻ്റെ ചെറിയ ഇടവഴി കാണിച്ചു തന്നു. ആ ഇടവഴിയിൽ വന്നു സ്കൂട്ടർ വരുന്ന വഴി അത്രേ ഉള്ളൂ. സ്കൂട്ടർ അവിടെ വെച്ച് പൂട്ടി. ഇനിയിപ്പോൾ ചെറിയൊരു സ്റ്റെപ്പാണ്. ഈ ചെറിയ സ്റ്റെപ്പാണ്. അപ്പോൾ ആ സ്റ്റെപ്പ് കയറി മുന്നോട്ട് പോകണം. കയറിക്കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ചെറിയ അരുവി പോലെയൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അരുവി കൂടെ ഒക്കെ. അപ്പോൾ അങ്ങനെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുക. അവിടെ പോയിട്ട് അവിടെ എന്താ ഫുഡെന്ന് നോക്കട്ടെ. ഞാൻ കേട്ടത് 150-160 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ബിരിയാണി കിട്ടുന്നു കേട്ടോ. ചെന്ന് നോക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ ഹോട്ടൽ കണ്ടുപിടിച്ചോ. വേറൊന്നുമില്ല, ഞാൻ കൊടുത്ത റൂട്ട് മാപ്പ് നടന്നു പോകുന്ന റൂട്ട് മാപ്പായിരുന്നു. അതുകൊണ്ട് ഈ ഇടവഴി കാണിച്ചു. മര്യാദക്ക് വണ്ടി ഓടിച്ച് വരാൻ പറ്റുന്നേ. കണ്ട മുകളിൽ കണ്ട മണാലി തട്ടുകട നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ മുകളിൽ മണാലി തട്ടുകട. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാട്ടെ ഫുഡ് എന്തൊക്കെ ഉള്ളതെന്ന്. നല്ല വിശപ്പുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ റൂമിൽ കറണ്ട് പോയി. അതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് അടിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? നീ പറ. ഫുഡ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ദോശയും സാമ്പാറും ചമ്മന്തിയും കൂട്ടി എത്ര ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുന്നത് അറിയുമോ? അതുകൊണ്ടൊരു നമ്മൾ പിന്നെ ഉള്ളിലെ വിഷ്വൽസ് കാണിക്കാറ് വേറെ കൊണ്ടല്ല, അവിടെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഭക്ഷണം കിട്ടിയപ്പോഴേക്കും ദോശ കണ്ടപ്പോൾ ക്യാമറ ഒക്കെ മറന്നുപോയി. സത്യം പറയാം, ഞാൻ ഏകദേശം 4 ദോശ കഴിച്ചു, 3 കഴിച്ചു. സൂപ്പർ ഹോട്ടലാണ്. നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉണ്ട് ദോശയ്ക്ക്. നമുക്ക് കേരളത്തിൽ തന്നെ കഴിച്ചു കൊടുത്തൊരു ഫീൽ അല്ലേ? ഈ മസാല ദോശയുടെ അത്ര വലിപ്പമുള്ള ഒരു ദോശയാണ് അത്. ഏകദേശം ഒരു ആവറേജ് ഒരു 30-40 രൂപ. ഹോട്ടലിന്റെ പേര് മണാലി തട്ടുകട എന്നാണ്. ഹഡിംബ ടെമ്പിളിലോട്ട് പോണ വഴിയിലാണ് ഉള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പം ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യാൻ കാണാൻ പറ്റും. മലയാളി സ്ഥലങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം കേട്ടോ, അല്ലേ? അല്ല, ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നല്ല റേറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ പോയ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള നമ്മൾ പറയണത്. കാരണം നമുക്ക് കഴിച്ചിട്ടും ക്വാളിറ്റി ഉണ്ട്. അതേ റേറ്റ് 7 ദോശ കഴിച്ചു 320 രൂപയായി. 2 ചായ അല്ല, 7 ദോശയും 2 ചായയും കൂടെ 320 രൂപ. കുഴപ്പമില്ല, കാരണം ഇവിടെ തേങ്ങയൊന്നും കിട്ടൂല. ചമ്മന്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് അതെന്നാ തേങ്ങ ചെയ്തു. അത് വയർ നിറച്ച് കഴിക്കുകയും ചെയ്താൽ സന്തോഷമായിട്ട് ഇറങ്ങി. വയറ് പണി കിട്ടാതെ പുറത്തിറങ്ങാൻ പറ്റി, അല്ലേ? അപ്പോൾ എന്തായാലും എല്ലാവരും കൈസ് ഈ വഴിയൊക്കെ വരുമ്പോൾ മണാലി വരുമ്പോൾ ഉറപ്പായിട്ട് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അറിഞ്ഞതുണ്ടെങ്കിലും ഇവർക്ക് രാത്രി ബിരിയാണി ഒക്കെ ഉണ്ട്. നമ്മുടെ ഹോട്ടൽ റൂം ഏതാണെന്ന് വെച്ചാൽ ആ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി ഡെലിവറി ആയിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്റ്റേയും കാര്യങ്ങളും ഇവർക്ക് തന്നെ പാക്കേജ് സംഭവങ്ങളും ഹാർട്ട് പരിപാടികൾ വേറെ ഉണ്ട്, അതായത് ഹോട്ടലും ഉണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും വരുമ്പോൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ട് പോയി വെച്ചിരിക്കാൻ പോകണം? ഇനിയിപ്പോൾ വസിഷ്ഠ പോകണം. വസിഷ്ഠ വഴി ജോഗിനി ഫോൾസിൽ പോകണം. എൻ്റെ കാര്യം അതാണ്. 96 മൂവി കണ്ടതിന് ശേഷം ഇൻസ്പിറേഷൻ ഇല്ലേ? എനിക്കവിടെ വെള്ളത്തിൽ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞു ഇറങ്ങിയത്. വെള്ളത്തിൽ ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, നോക്കണം എന്തായാലും. അപ്പോൾ അങ്ങനെ നേരെ അങ്ങ് വെച്ചുപിടിക്കാം കേട്ടോ. ജോഗിനി വാട്ടർഫോൾസോട്ട് പോണേ. അപ്പോൾ അതിന് മുമ്പായിട്ട് വസിഷ്ഠ അല്ലേ സ്ഥലത്തിൻ്റെ പേര്? വസിഷ്ഠ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകും. അവിടെ ചൂടുവെള്ളത്തിൽ നമുക്ക് ബാത്ത് ചെയ്യാം, വെള്ളത്തിൽ ഇറങ്ങി നീന്താന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ പോവുകയും ചെയ്യും. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. സ്ഥിരം ചതിക്കുന്ന പോലെ ഗൂഗിൾ മാപ്പ് ചതിച്ചില്ലെങ്കിൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തണമായിരിക്കും. പിന്നെ മാസ്ക് ഇട്ട് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും എന്തുകൊണ്ട് മാസ്ക് ഇട്ടു, ഇത്ര ദിവസം മാസ്ക് ഇടാതെ എന്തുകൊണ്ട് മാസ്ക് ഇട്ടുന്നു? വേറെ കൊണ്ടല്ല, ചുണ്ട് ഡ്രൈ ആവുകയുണ്ട്. ചുണ്ട് പിണ്ടി കീറണേന്ന് വെച്ചാൽ ഇല്ലേ? സീനാണ്. അപ്പോൾ അതാണ് മാസ്ക് ഇട്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടെ പൊതുവേ ആക്കിയ മാസ്ക് കുറവാണ്. ഇവിടെ വലിയ സീനില്ലാന്ന് എല്ലാവരും പറയണം കേട്ടോ. ഫോട്ടോ കൂട്ടാൻ കാണിച്ചില്ല. അല്ലേ? ഞാടെ മലപ്പുറം അല്ലേ? വണ്ടിയുടെ ഈ മനസ്സിലായി. ഹോട്ടലുണ്ട്. അറിയാം, ഞങ്ങൾ ഇവിടെ മുകളിൽ പോയായിരുന്നു. ഞങ്ങൾ ജോഗിനി വാട്ടർഫോൾസിലോട്ട് പോകാനുള്ള വസിഷ്ഠ സ്ഥലം നമ്മൾ നേരെ മാളിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് റോട്ടിൽ പോയിട്ട് ഒരു വലിയ ബോർഡ് കാണും. അവിടെ നിന്ന് നേരെ റൈറ്റിലുള്ളതൊക്കെ ഐറ്റം കാര്യമാണ്. ആണല്ലേ? താങ്ക് യു. ഞങ്ങളിങ്ങനെ പയ്യങ്ങോട്ട് ചാനൽ പേരെന്താ? ചാനൽ ബാക്ക് ബെഞ്ചർ അല്ലേ? താങ്ക് യു ബ്രോ. ഞാൻ 1 മാസം ഇറങ്ങിയിട്ട് ഒരു പരീക്ഷണം. ഗൈസ് അവിടെ നോക്കിക്കേ, മഞ്ഞ് അല്ലേ? എൻ്റെ പൊന്ന് ഗൈസ്, ലെയർ റൂട്ട് ക്ലോസ് ആയി പോയില്ലെങ്കിൽ ഉറപ്പായിട്ടേക്ക് മഞ്ഞ് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. പക്ഷേ അല്ലേ, എന്തായാലും നമുക്ക് പോകാൻ മാക്സിമം ശ്രമിക്കും. നമ്മൾ എന്തായാലും ഇവിടുന്ന് ശ്രീനഗർ പോകാനുള്ള പ്ലാൻ ഉണ്ട്.
ഫണ്ടിങ് ഒന്ന് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രീനഗർ പോവുകയും ചെയ്യും. ശ്രീനഗർ പോയിട്ട് അവിടെ നിന്ന് ലേ കയറാൻ നോക്കും. കാരണം ഇത്രയും അടുത്ത് വന്നിട്ട് അത് മിസ് ഔട്ട് ചെയ്ത് പോകുന്നത് ശരിയല്ല, ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ശ്രീനഗറിലോട്ട് പോകാനുള്ള മാക്സിമം കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. ഉറപ്പായും ശ്രീനഗറിൽ പോകും. ശ്രീനഗറിൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ ലേയിലോട്ട് കയറാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അല്ലേ. കാരണം ഇത് കാണുമ്പോൾ ആ മഞ്ഞ് കൂട്ട് കാണുമ്പോൾ അത് കാണാതെ പോകാൻ നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല. നമ്മൾ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യും. ജോയിൻ വാട്ടർഫോൾസിലേക്കുള്ള വഴിയിലാണ്. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ നിങ്ങൾ നിർത്തിയത് കാണിച്ചു കേട്ടോ. ഓൺ ദ വേ. അങ്ങനെ ഗായ്സ് നമ്മൾ ജോയിൻ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ നടക്കണം. ട്രക്കിംഗ് ആണ്. അതെ, 2 കിലോമീറ്റർ നടക്കണോ? എന്തുവാടാ നേരെ ഒരു പാലം ഉണ്ടായിരുന്നു, എസ്കലേറ്റർ. അതിന് നിങ്ങൾ വെള്ളത്തിലേക്ക് വേസ്റ്റാണ്ടോ? നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ക്ലിയറല്ല. എന്നാലും നമുക്ക് മുകളിൽ പോയി നോക്കാം അല്ലേ? ഓക്കെ. നമ്മൾ ഈ വാട്ടർഫോൾസിലോട്ട് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലൊക്കെ ചെറിയ ചെറിയ കടകൾ കാണാൻ പറ്റും കേട്ടോ. ഒന്നും കയറി കഴിക്കാൻ വയ്ക്കരുത്, ഒന്നും കുടിക്കാൻ വയ്ക്കരുത്. പണിപ്പാളും ഒരു കുപ്പി വെള്ളവും 2 ചായയും കൂടെ 130 രൂപ. അപ്പോൾ അതിലേക്കല്ല ഒന്നും പറയാൻ പോയില്ല, കൊടുത്തിട്ട് പോകുന്നു. ഇതാണ് നമ്മൾ മാക്സിമം ഫുഡ് നമ്മൾ ഉണ്ടാക്കാൻ നോക്കണത്. ക്യാരി ചെയ്യണം. അല്ലേ നമുക്ക് ഈ കയറിപ്പോണ വഴിയിലൊക്കെ കാണുന്ന സീനൊക്കെ കാണണം. അയ്യോ, നടന്ന് കത്തിച്ചിട്ട് ഏകദേശം 1 കിലോമീറ്റർ ആദ്യത്തെ വാട്ടർഫോൾസോട്ടും രണ്ടാമത്തെ വാട്ടർഫോൾസോട്ട് പിന്നെ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കാരണം അങ്ങ് ഫസ്റ്റ് വാട്ടർഫോൾസ് വെച്ച് ഈ ട്രിപ്പ് ഉണ്ട് ഇല്ലേ? ഹലോ, മൈനില്ലട്ടാ. നീ എങ്ങാടാ കയറിപ്പോണ കീര? നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിട്ടോ. അതായത് ജോഗിന വാട്ടർഫോൾസിൽ നമ്മൾ പോകുമ്പോഴേക്കും ഫസ്റ്റ് ആദ്യമേ ചെറിയൊരു വാട്ടർഫോൾസ് എത്തും. അത് കഴിഞ്ഞ് പിന്നെ 1 കിലോമീറ്റർ കഴിയുമ്പോൾ അടുത്ത വാട്ടർഫോൾസ്. ഫസ്റ്റ് കാണുന്ന വാട്ടർഫോൾസ് ആണ് കാണുന്നത്. ചെറുതായിട്ട് തോന്നുന്നു അല്ലേ? വെള്ളം കുറവാ. എനിക്കൊന്ന് നമുക്ക് പോകേണ്ടത് ആ പക്കത്താണ് തോന്നുന്നു. നമുക്ക് പോകണ്ടേ? അപ്പോൾ നേരെ മോട്ട് വെച്ച് പിടിക്കുക. അത് കഴിയുമ്പോൾ തിരിച്ചു ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ അല്ലേ? അപ്പോൾ അങ്ങോട്ടോ ഇനി കണ്ടില്ല, ഇതേപോലെ മലയിൽ കൂടെ കയറി വേണം മോട്ട് പോയിട്ട്. ഗായ്സ് നമ്മൾ നേരത്തെ താഴത്ത് കാണിച്ചില്ല ഫസ്റ്റ് വാട്ടർഫോൾ. ഇതാണ് വാട്ടർഫോൾ കേട്ടോ. രണ്ടാമത്തെ വാട്ടർഫോൾ ഏറ്റവും പൊക്കത്തൊന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് കമ്പനിയായിട്ട് 2 ഡോഗ്സും കൂടിയിട്ടുണ്ട് കേട്ടോ. കിരണ്ട കുറേ 2 പട്ടികളെ വെച്ചുപിടിച്ചിട്ടുണ്ട്. വേണ്ട ഒരു മലയാളി ചേട്ടനെ പരിചയപ്പെട്ട് എങ്ങനെയുണ്ട് കേട്ടോ? വ്ളോഗുണ്ട്. പുള്ളി വഴിയേറ്റി 3 മണിക്കൂർ വേറെ വഴി കയറി എന്നിട്ട് തിരിച്ച് ഇറങ്ങിയിട്ട് കയറണേ അല്ലേ? എങ്ങനെയുണ്ട്? കിരൺ എത്താറായതിനൊക്കെ ഒന്ന് വിളിക്കുന്നുണ്ട്. പറ്റീരാ, കുറേ നേരമായി. ഗായ്സ് ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു. കണ്ടാ ഡ്രോൺ. അങ്ങനെ ഗായ്സ് ക്യാമറയുടെ മീഡിയം മോഡ് അഴിച്ചു മാറ്റി. നമ്മളിപ്പോൾ എന്താ പറയുക, മീഡിയം മോഡ് അഴിച്ച് മാറ്റിയിട്ട് ശബ്ദം കുറവായിക്കോട്ടോ. കാരണം വാട്ടർ പ്രൂഫിങ് ആക്കി. കാരണം നമുക്ക് ഇനി അതിൻ്റെ അടിയിൽ പോകുമ്പോൾ എന്താ വെച്ചാൽ അതിൽ നനയാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മീഡിയം മോഡ് അഴിച്ച് മാറ്റി നമ്മൾ പോകണം കേട്ടോ. ഹലോ, വലിയ മൈൻഡിലല്ല. എന്താ പറയാനുള്ളത്? സ്വർഗം. വെള്ളം കണ്ടില്ല ഗായ്സ്.
ഇവിടെ ഏറ്റവും കോമഡി ഇവനാണ് കേട്ടോ. കൂളായിട്ട് ഇപ്പോൾ ഉണ്ട്. നമ്മുടെ കൈയൊക്കെ മരവിച്ചൊരു അവസ്ഥയായി. എന്തുവാടാ മച്ചാൻ നമ്മുടെ കൂടെ വന്നാണ് കേട്ടോ. അപ്പോൾ മച്ചാൻ ഹെൽമെറ്റ് വെച്ച് മറന്നു തിരിച്ചെടുക്കാൻ പോയതാണ്. അങ്ങനെ നമ്മൾ 96 മൂവിയിലെ വാട്ടർഫോൾസ് വന്നു. ഏറ്റവും വലിയ ആര് വരുന്നു, ഞാൻ കിരണോട് പറഞ്ഞു വെച്ചാൽ ഏറ്റവും വലിയ ആര് വരുന്നു 96 മൂവിയിലെ വാട്ടർഫോൾസ് വരുന്നു എന്നുള്ള ആഗ്രഹം സന്തോഷമായി സാധിച്ചു അല്ലേ. എന്താണ് നിനക്ക് പറയാനുള്ളത്? ബ്രോ എപ്പടി രൊമ്പക്ക് പൊളിച്ചില്ലാണ്ടോ. നമുക്ക് ഇവിടെ ഒരു 90% മലയാളീസ് കാണാൻ പറ്റും ഇല്ലേ. കൈയൊക്കെ മരവിച്ചിട്ട് അവസ്ഥ. ഗ്ലൗസ് ഇട്ട് ബ്രോ, എനിക്കിപ്പോൾ കുറഞ്ഞ് ഗ്ലൗസ് ഇടുമ്പോൾ കുറച്ച് ചൂടാവുന്നുണ്ട്. തണുപ്പടിക്കില്ലേ? തണുപ്പടിച്ച് കഴിഞ്ഞാൽ പിന്നെയും കൂടെ ഉള്ളൂ. ഗ്ലൗസ് ഇട്ട് വെക്ക്. ശബ്ദം കുറവാണ് കാരണം ചിലപ്പോൾ മൈക്കിൽ വെള്ളം കയറിയിട്ടുണ്ടാവും, അറിയില്ല, നോ ഐഡിയ. വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് അമ്മ അങ്ങനെ വന്നിട്ട് അവൻ കൂടെ വരുന്നുണ്ട്. വളരെ താഴത്തേക്ക് അല്ലേ. അപ്പോൾ ഈ പ്രാവശ്യം 3 ഉണ്ട് പോവുക. ഗായ്സ് അങ്ങനെ നമ്മുടെ ഈ വീഡിയോ എടുത്ത് അവസാനിക്കണം കേട്ടോ. വേറെ കൊണ്ടല്ല, ഇവരിപ്പോൾ ഇരുട്ടാറായി കണ്ടോ. ഇവന്മാരെ നമ്മുടെ കൂടെ കമ്പനിക്ക് കൂടെ ഉണ്ട് കണ്ടില്ലേ. നമ്മുടെ പേരെന്തൊക്കെ ചോദിക്കാൻ അറിയില്ല. അപ്പോൾ അങ്ങനെ നൈസായിട്ട് ഇവിടെ താഴത്തേക്ക് ഇറങ്ങണം. വേറെ കൊണ്ടല്ല, ഇപ്പോൾ ഏകദേശം 4:30-5 മണി ആവാറായി. ഇപ്പോൾ ഇവിടെ താഴത്തേക്ക് ഇറങ്ങിയില്ലാന്നാണെങ്കിൽ നമുക്ക് പിന്നെ പോണ വഴിയിലൊന്നും വെട്ടമുണ്ടാവില്ല. ഇടയ്ക്ക് ഇടാ വാടാ ഞങ്ങളുടെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഗായ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്തേക്ക് കമൻറ്റ് ചെയ്യുക. കുറച്ചുകൂടി ബെറ്ററായിട്ട് നമ്മൾ ഈ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്. അപ്പോൾ നാളെ പറ്റുമെങ്കിൽ റോത്തംബാസിൽ പോകണം. എങ്ങനെയാണ് സംഭവം എന്നറിയില്ല, അവിടെ പോയി അന്വേഷിക്കണം. അതുമാത്രമല്ല ഈ പറഞ്ഞ ശ്രീനഗർ റൂട്ടും ക്ലോസ് ആണെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എത്രത്തോളം സത്യമാണോ ഇല്ലെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് അന്വേഷണം ഓടിക്കണം അല്ലേ. അപ്പോൾ ഇതൊരു നിൽക്കലാക്കി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ ഗൈസ്.